ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗംഗയെയും കൂട്ടി സീ ഫുഡ് റെസ്റ്റോറൻറ്റിലെത്തുന്ന വിനീത് അവിടുത്തെ ഫുഡ് ഐറ്റംസിൻ്റെ വിലയറിഞ്ഞ് ഞെട്ടലോടെ സെലിമിക്കയോടായി കയ്യിൽ കാശുണ്ടോയെന്ന് രഹസ്യമായി ചോദിക്കുക. 50 രൂപയേ ഉള്ളൂ, നിന്റെ കയ്യിലില്ലേ എന്ന് സെലിമിക്ക ചോദിക്കുക. നുള്ളി പെറുക്കിയെടുത്ത ഒരു 500 രൂപ കാണും. കടപ്പുറത്തുനിന്ന് കൊമ്പും കണ്ണടയുമൊക്കെ വാങ്ങിച്ച് കാശ് കുറേ തീർന്നു എന്നവൻ പറയേ, ഈ സിറ്റി മൊത്തം അത്ര ലാഭമല്ല മോനെ എന്ന് സെലിമിക്കയും പറയുന്നു. ദേ, എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഒരുമാതിരി ശവത്തി കൂത്തരുത്. ഗംഗയുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ ഒരു വഴി പറഞ്ഞതാ എന്നവൻ പറയേ, അരിയാട്ടാനും ഉഴുന്നാട്ടാനും ഈ തിരുവനന്തപുരം വരെ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ നമ്പർ ഇടാം, നീ കൂടെ നിന്നാ മതി, ഞാൻ ഏറ്റു എന്ന് സെലിമിക്ക പറയേ. അത് ഞാൻ ഏറ്റു എന്ന് വിനീതും സമ്മതിക്കുകയാ. സെലിമിക്ക ഡെലിവറി ബോയെ അങ്ങോട്ട് വിളിക്കുക. ഓർഡർ ആയോ സാർ എന്നയാൾ ചോദിക്കേ. അറബിക്കടലിൽ നിന്ന് നേരെ പിടിച്ചോണ്ട് വരുന്ന മീനാണെന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് ചോദിക്കേ. അത് ഫ്രഷ് ആയിരിക്കും സാർ എന്ന് അയാൾ. ഓക്കെ, ഓർഡർ തന്നാൽ എത്ര സമയം എടുക്കും ഫുഡ് തയ്യാറാവാൻ എന്ന് സെലിമിക്ക ചോദിക്കേ. ഒരു അരമണിക്കൂർ എന്ന് അയാൾ. അയ്യോ, അത് പറ്റില്ല, ഗംഗയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വിനീത് സലീമിക്കയെ കണ്ണുകൊണ്ട് ആകെ കാണിക്കുമ്പോഴേക്കും കുറച്ച് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് സലീമിക്ക എഴുന്നേൽക്കുമ്പോഴേക്കും ഗംഗ വാ എന്ന് വിളിച്ച് വിനീതും എഴുന്നേൽക്കുക. അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടിറങ്ങിയ അവർ പിന്നീട് ഒരു തട്ടുകടയിലിരിക്കുക. സലീമിക്കയും പറയുന്നുണ്ട്, വാസ്തവം പറഞ്ഞ ഇതുപോലത്തെ കടയാണ് നല്ലത്. പ്രധാനമന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കടയിൽ നിന്നാ ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ചിലപ്പോ പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് സലീമിക്ക പറഞ്ഞു നിർത്തേ. ഇങ്ങോട്ട് ഓർഡർ എടുക്കാൻ ആരെയും കണ്ടില്ലല്ലോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. നമ്മളെ കണ്ട ചിലപ്പോ വരത്തന്മാരാണെന്ന് തോന്നിയിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ അവന്മാര് വിവരമറിയും എന്ന് സലീമിക്ക ദേഷ്യത്തോടെ പറയേ. സലീമിക്ക പ്ലീസ്, നമുക്ക് എന്തേലും പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് പെട്ടെന്ന് പോവാം എന്ന് ഗംഗ പറയുകയാണ്. അപ്പോഴാണ് ചായക്കടക്കാരൻ അങ്ങോട്ട് ചായ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവിടെ ആരും ചായ പറഞ്ഞില്ലല്ലോ എന്ന് സലീമിക്ക ചോദിക്കേ. എന്നാ പിന്നെ അങ്ങ് എടുത്തോളാം എന്ന് അയാളും. എനിക്ക് വേണം ചായ എന്ന് ഗംഗ പറയേ. എന്നാ ഞങ്ങളും കുടിച്ചോളാം എന്ന് സലീമിക്ക. കഴിക്കാൻ എന്താ വേണ്ടേ എന്നയാൾ ചോദിക്കേ. എനിക്ക് ദോശ മതി എന്ന് ഗംഗയും. കറി എന്താ വേണ്ടത്? ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, താറാവ് എന്നയാൾ പറയേ. കുറച്ച് ചമ്മന്തി ഒഴിച്ചാൽ മതി എന്ന് ഗംഗയും. നിങ്ങൾക്കോ എന്നയാൾ ചോദിക്കേ. മെനു എവിടെ എന്ന് സലീമിക്കയും. മെനുവോ എന്നാൾ സംശയത്തോടെ ചോദിക്കേ. ആ മെനു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബേബി ചേട്ടനും എഴുന്നേറ്റ് ചെന്ന് റോഡ് സൈഡിൽ വാൾ വെക്കുകയാണ്. വിനീതേ, വാളാണല്ലോടോ എന്ന് സലീമിക്ക പറയേ. വിനീതും സലീമിക്കയും കൂടി ബേബി ചേട്ടന്റെ അരികിലേക്ക് പോവുകയാണ്. ഗംഗ ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും അയാൾ ദോശയും ചമ്മന്തിയും കൊണ്ട് വെക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും വേണോ എന്നയാൾ ചോദിക്കേ. എനിക്ക് വേണ്ട എന്ന് ഗംഗയും. എന്നാ ശരിയെന്ന് പറഞ്ഞ് അയാൾ ആ ദോശ എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ വാൾ വെക്കുന്ന ബേബി ചേട്ടന്റെ പുറം തടവിക്കൊണ്ട് നിൽപ്പാൻ വിനീതും സലീമിക്കയും. പിന്നീട് അവർ കാറിലേക്ക് കയറുമ്പോഴേക്കും മുൻ സീറ്റിലിരിക്കുകയായിരുന്ന ബേബി ചേട്ടനോടായി സലീമിക്ക വിളിച്ച് പറയുന്നുണ്ട്, ബേബി ചേട്ടാ, വാള് വെക്കാൻ തോന്നിയാ പറയണേ, വണ്ടി നിർത്തി തരാം. ഇല്ലെങ്കിൽ പാവം ഗംഗ കൊച്ചിന്റെ മുഖത്തായിരിക്കും അഭിഷേകം എന്ന് പറയുമ്പോഴേക്കും മൂക്കും പൊത്തു പിടിച്ചിരിക്കുകയായിരുന്ന ഗംഗയ്ക്കും ഓക്കാനം വരുന്നുണ്ട്. ഒരു ചിരിയോടെ ഗംഗ ഹാപ്പിയല്ലേ എന്ന് വിനീത് ചോദിക്കേ. ആകെ പെട്ടുപോയ ഗംഗയും നിവൃത്തിയില്ലാതെ അത് എന്ന് തലയാട്ടുകയാ. അപ്പോഴേക്കും ഡ്രൈവറും വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ വിനീതിന്റെ വീട്ടിലെ റൂമിൽ ഗീതയും ഭർത്താവും സംസാരിച്ചോണ്ടിരിപ്പാ. അപ്പോഴാണ് പാലുമായി അങ്ങോട്ട് വരുന്ന സുജാത ആ സംസാരം ശ്രദ്ധിക്കുന്നത്. തള്ള വസ്തു നിന്റെ പേരിലാക്കുന്ന കാര്യം എന്തു പറഞ്ഞടി എന്ന് ഗീതയുടെ ഭർത്താവ് ചോദിക്കേ. അമ്മ എങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് ഗീതയും. വ്യക്തമായിട്ടല്ലാതെ എന്തു പറഞ്ഞെന്ന് പറ എന്നയാൾ ചോദിക്കേ. അങ്ങനെയെല്ലാം ചോദിച്ചാ അമ്മ വെറുതെ മൂളിക്കൊണ്ടിരുന്നതേയുള്ളൂ, തിരിച്ചൊരക്ഷരം പറഞ്ഞില്ലെന്ന് അവളും. അങ്ങനെ കാര്യം പറ, നിന്റെ വായിന്ന് ഈ മുത്തൊന്ന് വീഴാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത്. എന്തായി എന്ന് ചോദിച്ച് അമ്മ വിളിച്ചോണ്ടിരിക്കുക എന്നയാൾ പറയേ. അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് തുറന്നു നോക്കാൻ ചക്കയോ മാങ്ങയോ ആണോ ദാസേട്ടാ എന്ന് ഗീതയും ചോദിക്കുക. ഡോർ തുറന്നു കിടക്കുന്ന ആ റൂമിന്റെ പുറത്ത് ചുമരും ചാരി നിന്ന് അകത്തെ സംസാരം ശ്രദ്ധിച്ചു നിൽപ്പാ സുജാതയും. ദാസേട്ടൻ വീണ്ടും ഗീതയോടായി, എന്നെ കണ്ടാ നിനക്കെന്താ തോന്നുന്നേ? അച്ഛ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്ന കോന്തനാണെന്ന് അമ്മ ഓരോന്ന് പറഞ്ഞ് തൊലി ഉരച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദേഷ്യത്തോടെ പറയേ. ദാസേട്ടൻ അല്പം ഒന്ന് ക്ഷമിക്ക്, നമുക്കൊരു നയത്തില് എന്ന് ഗീതയും. നയത്തിലെന്ന് വിചാരിച്ചോണ്ടിരുന്നാലേ കാലം അങ്ങ് പോകും. തള്ള ഇതും കെട്ടിപ്പിടിച്ചോണ്ട് ചിതയിലോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോ മാവ് വെട്ടാനേ സമയം കാണും. അപ്പോഴും അവകാശികൾക്കുള്ളത് പകുത്തുപോയിട്ട് ബാക്കിയേ കിട്ടൂ. ഓരോരുത്തരുടെ മനസ്സ് മാറാൻ അധിക സമയമൊന്നും വേണ്ട. നാളെ വിനീതും ഗംഗയും കൂടി വന്ന് കാല് പിടിച്ചു കരഞ്ഞ തള്ള അങ്ങോട്ട് മറിയില്ലെന്ന് ആര് കണ്ടു? എല്ലാരും വിചാരിക്കുന്നത് പോലെ ഉറപ്പുള്ളൊരു മനസ്സൊന്നുമില്ല അവർ. ആ നാക്കിന്റെ മൂർച്ച മാത്രമേ ഉള്ളൂ. മണ്ണിന്റെയും പെണ്ണിന്റെയും കാര്യത്തിൽ കടിച്ചു നിൽക്കരുതെന്ന അമ്മ പറയുന്നത്. കണ്ണൊന്ന് ചിമ്മിയ ഉശിരുള്ള ആൺപിള്ളേരങ്ങ് അടിച്ചോണ്ട് പോകും. വിനീതിനും ഗംഗയ്ക്കുമൊക്കെ കാശിന് ആവശ്യമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? പുതുമോടി അങ്ങ് തീരുമ്പോ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും.
പിന്നെ വേണ്ടത് ജീവിക്കാനുള്ള കാശാ. അപ്പോ എന്ത് വിഷവും കെട്ടി ഇവിടെ വന്നെന്നിരിക്കും എന്ന് ദാസേട്ടൻ പറയേ. ഇപ്പൊ എന്ത് വേണമെന്നാ ദാസേട്ടൻ പറയുന്നേ എന്ന് ഗീതയും ചോദിക്കുന്നുണ്ട്. അതൊന്നും കൃത്യമായി പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ 2-3 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ വസ്തു തീരാധാരമായി കിട്ടണം. അതിനുള്ളിൽ നിന്നെ കൊണ്ട് പറ്റുന്ന വഴിയെല്ലാം നീ നോക്കിക്കോ. നിന്നെ കൊണ്ട് ആ സമയത്തിനകം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും എന്ന് ദാസേട്ടൻ പറയേ. ദാസേട്ടൻ എന്ത് വഴി എന്ന് ഗീതയും ചോദിക്കുകയാണ്. സ്വത്തൊക്കെ നമ്മുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവരൊരു പോക്കങ്ങ് പോകും. എനിക്കവരുടെ ഒരു വിരലടയാളവും ഒപ്പം മതി. അതിനവര് ജീവനോടെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് ദാസ് പറയുന്നത് കേൾക്കെ സുജാതയും ഒരു ഞെട്ടലോടെ കേട്ടു നിൽപ്പാം. ഈ കാട്ടുമുക്കില് ഒരാൾ ഇല്ലാതാകാനുള്ള ഈ പ്രയാസം. ചിലതിനെ ആന ചവിട്ടിക്കൊല്ലും, വേറെ ചിലത് ആനയ്ക്ക് വെച്ച കറണ്ട് വേലിയിൽ കുടുങ്ങി ചാവുന്നു. കരടി പിടിക്കുന്നതും പന്നിപ്പടക്കം പൊട്ടി ചാവുന്നതുമൊക്കെ വേറെ. എന്തിനധികം പാറക്കെട്ടിന്റെ മോളിൽ നിന്ന് ഒന്ന് തെന്നി വീണാപ്പോ നമ്മളൊന്ന് മനസ്സിരുത്തി ശ്രമിച്ചാൽ മാത്രം മതി. ചാവിനൊന്നും ഒരു തെളിവും ഉണ്ടാവില്ല. നീ എന്തു പറയുന്നു? ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം വളരെ പ്രധാനമാണ്. എന്റെ അമ്മ അവരുടെ അമ്മ ദേവകിയെ കട്ടിലോടെ എടുത്ത് പറമ്പിലിട്ടെന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ല. ഓരോ രാത്രിയും അത് സംഗീതം പോലെ കേട്ടാ ഞാൻ ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് പറയുമ്പോ ഇത്തിരി പരുക്കനായിട്ടൊക്കെ തോന്നും. നീ ആലോചിച്ചിട്ട് സാവധാനം ഒരു മറുപടി പറഞ്ഞാൽ മതി എന്ന് ദാസേട്ടൻ പറയേ. ആലോചിക്കാൻ ഒന്നുമില്ല ദാസേട്ട. സ്വത്തു കിട്ടാൻ അങ്ങനെ ഒരു വഴി കൂടിയേ തീരുവെങ്കിൽ അത് നോക്കാം എന്ന് ഗീത പറയുന്നത് കേൾക്കെ വിശ്വസിക്കാനാവാതെ ഒരു ഞെട്ടലോടെ നിൽപ്പാ സുജാതയും. അത് കേൾക്കെ ദാസേട്ടനും സന്തോഷത്തോടെ ഗീതയെ ചേർത്ത് പിടിക്കുമ്പോഴാണ് പുറത്തു നിൽക്കുകയായിരുന്ന സുജാതയും ഒരു ചുമ വരുത്തി ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. ആ എന്ന് ഗീത വിളിച്ചു പറയേ. അമ്മയും അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം? ഈ വീടിപ്പോഴും അമ്മയുടെ കൈവശമല്ലേ? അമ്മയ്ക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഏത് റൂമിൽ വേണേലും വരാലോ എന്ന് ഗീത ചോദിക്കേ. അതല്ല, നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സ്വകാര്യതയുണ്ടല്ലോ എന്ന് സുജാതയും. കല്യാണം കഴിഞ്ഞെങ്കിലും അമ്മ അറിയാത്ത ഒരു സ്വകാര്യവും എനിക്കില്ല എന്ന് പറഞ്ഞവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുകയും അമ്മയുടെ പഴയ ഗീതക്കുട്ടി തന്നെയാ ഞാൻ എന്നവൾ ഒരു ചിരിയോടെ പറയേ. എടി വഞ്ചകി, എനിക്ക് മുന്നിൽ ഇത്രയും ഭംഗിയായിട്ട് അഭിനയിക്കാൻ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് സുജാതയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ദാസും പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ എന്ത് സ്വകാര്യത? കല്യാണം കഴിഞ്ഞ് വർഷം ഇത്രയും ആയില്ലേ? ഇപ്പൊ ജീവിക്കാൻ പണത്തിന് ആവശ്യമെന്ന്. അത് മൈൻഡ് ചെയ്യാതെ സുജാതയും പൊന്നുവിനോടായി പൊന്നു പാല് കുടിച്ചില്ലല്ലോ, ഇങ്ങ് വന്നേന്ന് വിളിക്കെ കട്ടിലിൽ കിടക്കുകയായിരുന്ന പൊന്നുവും ഞാൻ ഇവിടെ ഇരുന്ന് കുടിച്ചോളാം അമ്മാമ്മേ എന്ന് പറയുന്നു. വേണ്ട, അമ്മാമ്മ തന്നോളാം എന്ന് സുജാത പറയേ. അവൾക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇരുന്നോട്ടെ എന്ന് ഗീത പറയേ. അത് വേണ്ട, നിങ്ങൾ സംസാരിക്കുന്നത് കേട്ട് അവളും പഠിച്ചാലോ. നാളെ അവൾ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമമാവണ്ട എന്ന് പറഞ്ഞ് വീണ്ടും പൊന്നുവിനോടായി. പൊന്നുവിനോടാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. വന്നേ എന്ന് വിളിക്കെ എഴുന്നേറ്റ് വന്ന പൊന്നുവിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ സുജാതയും. ഗീതയും ദാസേട്ടനോടായി നമ്മൾ സംസാരിച്ചത് അമ്മ കേട്ടെന്ന് തോന്നുന്നു എന്ന് പറയേ. കേട്ടെങ്കിൽ കണക്കായി പോയി. പേടിച്ചിട്ടെങ്കിലും വസ്തു എഴുതി തരട്ടെ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവനാണെന്നുള്ളൊരു വിചാരം തള്ളയ്ക്കുണ്ടാവുന്നത് നല്ലതാ എന്ന് ദാസ് പറയുന്നത് പുറത്തു നിന്ന് കേൾക്കുന്ന സുജാതയും മോളെയും വിളിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ്. അവിടെ ടെൻഷനോടെ തന്റെ വിഷമങ്ങൾ അമ്മയുമായി പങ്കുവെക്കുകയാണ് ഗായത്രി. എല്ലാം എന്റെ തെറ്റാ അമ്മേ. പക്വതയില്ലാത്ത പ്രായത്തിലുള്ള ഒരു പ്രേമവും വിവാഹവും വേണ്ട വേണ്ടെന്ന് എത്ര പേരാ അമ്മയടക്കമുള്ളവർ വിലക്കിയത്. എന്നിട്ടും ഞാൻ കേട്ടില്ല. അതിനുള്ള ശിക്ഷയാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ എത്ര പേർക്ക് മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നു. ഇനി എത്ര പേരുടെ മുമ്പിലാണെന്ന് ആർക്കറിയാം എന്നവൾ കരച്ചിലോടെ പറയേ. പോട്ടെ മോളെ, സാരമില്ല എന്ന അമ്മയും അവളെ ആശ്വസിപ്പിക്കുകയാ. അങ്ങനെ തന്നെയാ അമ്മേ വർഷങ്ങൾ നീണ്ട ഈ ശിക്ഷാകാലം അത്രയും മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ചിരുന്നത്. കുറ്റബോധമായിരുന്നമ്മേ അമ്മയടക്കമുള്ളവരോട് എല്ലാം പറയാൻ. എല്ലാവരെയും എതിർത്തല്ലേ ഞാൻ ഈ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടത്. അതിന്റെ ശിക്ഷ സ്വയം അനുഭവിച്ച് തീർക്കാമെന്ന് കരുതി. ഇപ്പോ ആ വിഷസർപ്പം എന്റെ അച്ഛന്റെ ജീവൻ എടുക്കാൻ തുടങ്ങുമ്പോ ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് എന്ന് ഗായത്രി ചോദിക്കേ. ക്ഷമിക്കുക, സഹിക്കുക. അഡ്ജസ്റ്റ്മെന്റുകളിലാ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് എന്ന് അമ്മയും പറയുന്നുണ്ട്. 12 കൊല്ലം കുഴലിലിട്ടാലും നിവരാത്ത വാല് പോലെ എനിക്കിങ്ങനെ ഒരു ഭർത്താവ് വേണ്ടായിരുന്നമ്മേ. തോണ്ടി എറിഞ്ഞ് പുറത്തു കളയാൻ പറ്റിയ സമയമായിരുന്നു ഇത്. ആ നേരത്ത് ഇങ്ങനെയൊരു ശിക്ഷ കൂടി അയാൾ എനിക്ക് തന്നു എന്ന് തന്റെ വയറിൽ കൈ ചേർത്ത് ഗായത്രി പറയുക. അങ്ങനെയൊന്നും പറയില്ലേ മോളെ, ഒരു കുഞ്ഞിനു വേണ്ടി എത്ര കൊതിച്ചതാ നിങ്ങള് എന്നമ്മ പറയേ. ശരിയാ അമ്മേ, പിറക്കാൻ പോകുന്ന കുഞ്ഞ് അയാളുടെ കുഞ്ഞാണെന്നുള്ളത് മറക്കാം. ആ കുഞ്ഞ് വളരുമ്പോ അച്ഛന്റെയും അമ്മയുടെയും തണല് വേണമെന്ന് അമ്മയുടെയും അച്ഛന്റെയും ന്യായമാണ് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് എന്ന് പറഞ്ഞ് ഒരു നിമിഷം ആലോചനയോടെ നിന്ന് നരേൻ അവനോട് പറഞ്ഞോ അമ്മ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. പറയേണ്ടി വന്നു എന്നമ്മ പറയേ. എന്നാലും എന്നായാലും അവൻ ഇതറിയും. പക്ഷേ അത് ഏറ്റവും അവസാനം മതിയെന്ന് ആഗ്രഹമായിരുന്നു എനിക്ക്. ഗൗരി ചേച്ചിയും ശങ്കരേട്ടനും ആക്സിഡന്റിൽ മരിച്ചതിനു ശേഷം ഞാനായിരുന്നു അവൻ. 'അമ്മ ആ ഒരു കുറവ് അവൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയ കയ്പുനീര് കുടിച്ചു തീർക്കുമ്പോഴും
അവനൊരു നല്ല ജീവിതം കിട്ടണമെന്നേ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിനു ശേഷമാണ് ശനി ആരംഭിച്ചതെങ്കിൽ നരേന് വിവാഹത്തിന് മുമ്പേ ഇത് ആരംഭിച്ചു. ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്ന ഒരു സാധു കുടുംബം. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ചാന്ദിനി. അവൾ അവന്റെ മനസ്സിൽ ഇടം പിടിച്ചു. രക്ഷിതാക്കളടക്കം ഇരു കൂട്ടർക്കും സമ്മതമായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. കല്യാണ തലേന്ന് ആഹ്ലാദാരവങ്ങളിൽ മുങ്ങി നിന്നിരുന്ന ഈ വീട്ടിൽ നിന്ന് ചാന്ദിനിയും കുടുംബവും എന്നേക്കുമായി അപ്രത്യക്ഷമായി. ഒരു കുടുംബമൊക്കെ ഒരു പുഴയിൽ വീണ വെള്ളത്തുള്ളി പോലെ എങ്ങോട്ടോ മാഞ്ഞുപോയി എന്ന് ഗായത്രി ടെൻഷനോടെ പറഞ്ഞു നിർത്തെ. ഒരു കണക്കിന് അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത് മോളെ. കല്യാണത്തിന് ശേഷമാണത് സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് അമ്മയും ചോദിക്കുന്നു. പക്ഷേ ആ സംഭവത്തിനു പിന്നിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടമ്മേ. നരേന് ചാന്ദിനിയോടുള്ള പ്രണയം ആത്മാർത്ഥവും സത്യസന്ധവുമായിരുന്നു. ചാന്ദിനി ഇല്ലാതായാൽ, അതല്ലെങ്കിൽ അവളെ കാണാതായാൽ നരേൻ മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് നമുക്കറിയാമായിരുന്നു. അവന്റെ മനസ്സിൽ ഈ ജന്മം മറ്റൊരു പെണ്ണിന് സ്ഥാനമില്ലെന്നും നരേൻ വിവാഹം കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അവൻ അനന്തരാവകാശികൾ ഉണ്ടാവാതിരുന്നാൽ ആർക്കാണമ്മേ ലാഭം എന്നവൾ ചോദിക്കെ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേന്ന് അമ്മയും. കുറെ നാളുകളായി എന്റെ മനസ്സിൽ പുകയുന്ന ചില സംശയങ്ങളാണമ്മേ. ഇപ്പോ അത് പങ്കുവെക്കേണ്ട സമയമായിരിക്കുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ, നീ ഒന്ന് തെളിച്ചു പറ മോളെ എന്ന് അമ്മയും. സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് നരേൻ തിരിയുന്നത് ചാന്ദിനിയാണ്. അവനെപ്പോലെ ഒരാളുടെ പണവും സ്വാധീനവും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചാന്ദിനിയെ പറ്റി ഒരു വിവരവും കിട്ടാത്തതിൽ കുറച്ച് അസ്വാഭാവികത ഇല്ലേ അമ്മേ എന്നവൾ ചോദിക്കുന്നതൾക്ക് സംശയത്തോടെ, അതുതന്നെയല്ലേ നമ്മളെ കൊള്ളിക്കുന്ന ചോദ്യം എന്ന് അമ്മയും ചോദിക്കുകയാ. നരേന്റെ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഒരാൾക്ക് അവന് ചാന്ദിനിയിലേക്കുള്ള ദൂരം കൂട്ടാൻ പറ്റില്ലേ അമ്മേ എന്നവൾ ചോദിക്കേ, മോളെ നീ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് എന്ന് അമ്മയും പറയുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല. ചാന്ദിനിയുടെയും കുടുംബത്തിന്റെയും തിരോധാനത്തിനും നരേന്റെ കൺമുന്നിൽ അവൾ എത്താതെ സൂക്ഷിക്കുന്നതിനും പിന്നിൽ ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയാമേ, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എന്നവൾ പറയേ. അമ്മയും ഞെട്ടലോടെ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് പറയുന്നതാവും ഇപ്പൊ കൂടുതൽ ശരി. നരേൻ വിവാഹം കഴിക്കാതിരുന്നാൽ, അവന് അനന്തരാവകാശികൾ ഉണ്ടാവാതിരുന്നാൽ നേട്ടം എന്റെ ഭർത്താവിനാണമ്മേ. അവൻ ഒരിക്കലും സ്വത്തവകാശം ചോദിക്കില്ല എന്നവൾ പറഞ്ഞു തീരുമ്പോഴേക്കും, മോളെ എന്നാലും ശിവരാജൻ അങ്ങനെയൊക്കെ എന്ന് അമ്പരപ്പോടെ അമ്മയും ചോദിക്കുകയാണ്. ചെയ്യുമോന്ന് എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛനെ അയാൾ കൊല്ലാൻ ശ്രമിച്ചതോടെ അത് മാറി. സ്വത്തിനു വേണ്ടി അയാൾ എന്തു ചെയ്യും? ഗൗരിയച്ചിയുടെയും ശങ്കരേട്ടന്റെയും ആക്സിഡന്റിനെ സംബന്ധിച്ച് എനിക്ക് ഇപ്പൊ ചില സംശയങ്ങൾ ഉണ്ടമ്മേ. എന്റെ സംശയങ്ങൾ ഉറപ്പിക്കാൻ ഒരു തെളിവിന്റെ അഭാവം മാത്രമേ ഉള്ളൂ. ആ തെളിവ് കിട്ടുന്ന നിമിഷം മുതൽ അച്ഛനും അമ്മയും എത്ര നിമിഷം ആഗ്രഹിച്ചാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അച്ഛന് നഷ്ടപ്പെടും. എന്റെ ഈ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അയാളെ തീർക്കും അമ്മേ. കടങ്ങൾ ഒരുപാട് വീട്ടാനുണ്ട്. അതിനുവേണ്ടി മാത്രം അമ്മ അയാളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവാ, എന്റെ ഈ കൈ അകലത്തിലേക്ക് എന്ന് കരച്ചിലോടെ അവൾ പറയുകയാണ്. രാത്രിയാവുമ്പോൾ സുജാതയുടെ വീട്ടിൽ സുജാതയുടെ വേദനയുള്ള കാല് തൈലം പുരട്ടി തിരുമ്മി കൊടുക്കുകയാ ഗീത. വേദനയുണ്ടോ അമ്മേ എന്നവൾ ചോദിക്കേ. നല്ല വേദനയുണ്ട് എന്ന് സുജാതയും. ഇതിവിടെയൊന്നും നിൽക്കില്ലെന്നാ ദാസേട്ടൻ പറയുന്നത്. മുട്ടുവേദനയുടെ കാര്യമാ ഉദ്ദേശിച്ചത്. വർഗീസ് വൈദ്യരുടെ കുഴമ്പിലൊന്നും ഇത് നിൽക്കില്ലത്രേ. പ്രായമാകും തോറും മുട്ടിന്റെ തേയ്മാനം കൂടി വരികയുള്ളൂ അത്രേ. അതൊരു പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാ. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീരണം. നിന്നോടിപ്പോ ആരെങ്കിലും പറഞ്ഞോ എന്റെ കാലിൽ കുഴമ്പിട്ട് തിരുമ്പിത്തരാൻ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. എന്നാലും അങ്ങനെയാണോ അമ്മേ? അമ്മ ഇവിടെ മുട്ടുവേദനയും കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ എരിപിരി കൊള്ളുമ്പോൾ ഞാൻ എങ്ങനെയാ ദാസേട്ടനെയും കെട്ടിപ്പിടിച്ച് സമാധാനമായിട്ട് ഉറങ്ങുന്നത്? അവിടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാൻ ദാസേട്ടൻ എന്നെ പറഞ്ഞു വിട്ടത് എന്നവൾ പറയേ. അവനുള്ള വെള്ളവും ഗ്ലാസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അമ്മയും ചോദിക്കുക. ദാസേട്ടന്റെ കാര്യം വീടമ്മേ. അമ്മയുടെ മുട്ടുവേദന മുഴുവനായിട്ട് മാറണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാ ദാസേട്ടൻ പറഞ്ഞത്. മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പയറ് പോലെ കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങാമെന്ന് എന്നവൾ പറയേ. ഇത്രയും കാലമൊക്കെ കയറി ഇറങ്ങിയില്ല, അത് തന്നെ ധാരാളമെന്ന് അമ്മയും. അങ്ങനെയല്ലമ്മേ, അമ്മയെ ഒരു രാജകുമാരിയെ പോലെ നോക്കണമെന്നാ ദാസേട്ടൻ പറഞ്ഞത്. ഇതുവരെ ഇല്ലാത്ത സൗഭാഗ്യങ്ങളെല്ലാം അമ്മയെ അനുഭവിപ്പിക്കണമെന്ന്. ജീവിതത്തിൽ സുഖവും സന്തോഷവുമെല്ലാം അമ്മ അനുഭവിച്ചിട്ടുണ്ടോ? പക്ഷേ എല്ലാത്തിനും പണം വേണം. എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ ദൈവം കമ്പ് കൊടുക്കത്തില്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ദാസേട്ടന്റെ കാര്യവും. എല്ലാരെയും സഹായിക്കണമെന്നും നന്മ ചെയ്യണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തു ചെയ്യും? കാശില്ല. പക്ഷെ ദാസേട്ടനെ ഇനി അങ്ങനെ ഒരു സങ്കടത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ അടുത്തല്ലേ വന്നു ചേർന്നിരിക്കുന്നത്. അമ്മ ഈ സ്വത്തും കെട്ടിപ്പിടിച്ചൊന്നും ഇരിക്കാൻ പോകുന്നില്ലല്ലോ. അതൊക്കെ നോക്കി നടത്താൻ ഒരാളെയല്ലേ ആവശ്യം എന്നവൾ പറയേ. എന്ന് ആര് പറഞ്ഞു എന്നമ്മയും. എന്താമ്മേ എന്നവൾ ചോദിക്കേ. ഞാൻ ഇങ്ങനെ സ്വത്തും കെട്ടിപ്പിടിച്ചൊന്നും ഇരിക്കാൻ പോകുന്നില്ല. നോക്കി നടത്താൻ ഒരാളെ ആവശ്യമുണ്ടെന്നൊക്കെ നിന്നോടാര് പറഞ്ഞു? അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തോ? അതോ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞോ?
10 ലക്ഷം രൂപയും 30 പവനും ഡീസൻ്റായി തന്ന 5-6 വർഷം മുമ്പ് നിന്നെ ഞാൻ കെട്ടിച്ചയച്ചത്. അന്ന് പവന് 46,000 രൂപയിലധികം വിലയാ. ഇന്നിപ്പം അതിൻ്റെ ഇരട്ടിയിലധികം വരാം. അന്നത്തെ കണക്ക് വെച്ച് നോക്കിയാ നല്ലൊരു തുക സ്ത്രീധനം തന്ന നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടിച്ചയച്ചത്. നിന്റെ കെട്ടിയോൻ കാളിദാസനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിലും കാര്യസ്ഥൻ ചമയണമെന്നുണ്ടെങ്കിലും ആ കാശിന്ന് എടുത്തു വെച്ചങ്ങ് നടത്തിയാൽ മതി. നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ, അതല്ല ഇനി മോശത്തിലാണെങ്കിൽ അങ്ങനെ. സുജാതയുടെ കയ്യിൽ നിന്ന് ഒരു തരി മണ്ണോ നയാ പൈസയോ കൊതിച്ചിട്ട് എന്റെ മകൾ ഇവിടെ നിൽക്കണമെന്നില്ല. നാളെ കാലത്ത് തന്നെ പെട്ടിയും പ്രമാണവും എടുത്ത് വിട്ടോണം കെട്ടിയോന്റെ കൂടെ. മനസ്സിലായോടി എന്നവർ ചോദിക്കുമ്പോഴേക്കും മനസ്സിലായില്ലെങ്കിലോ എന്ന് ചോദിച്ച് മദ്യപിച്ച് ആടിക്കുഴഞ്ഞ് ദാസും അങ്ങോട്ടെത്തുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.